Hi, I am Durga. We have started the topic price and the continuation of that is price discrimination. Meaning of price discrimination. Here, price means exchange value in terms of money. So the price is made in different way. How the price is made to a product. Price discrimination is another form of pricing strategy. It is being practiced by monopolistic. Price discrimination പ്രൈസിങ്ങിൻ്റെ ഒരു വേറെ സ്ട്രാറ്റജിയാണ്. അത് monopolistic ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി മീനിങ് price discrimination is the act of selling the same product at different prices to different buyers during the same period of time. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിനെ വ്യത്യസ്തമായ പ്രൈസിൽ വ്യത്യസ്തമായ ബയേഴ്സ് ഒരേ സമയത്ത് വാങ്ങിക്കണതിനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറയാം. ദാറ്റ് ഈസ് ഡ്യൂറിങ് സെയിം പീരീഡ് ഡിഫറെൻറ്റ് ബയേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. In short, charging different price for same product is called price discrimination. By discriminating the price, the monopolistic can maximize profit. So, price discrimination means charging same product at different prices to different buyers. So, the monopolistic can charge maximum അതിൻ്റെ അർത്ഥം മൊണോപ്പൊളിസ്റ്റിന് അതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രോഡക്റ്റിനെ വ്യത്യസ്തമാത്ത ബയേഴ്സും വ്യത്യസ്തമായ പ്രൈസിനും ഒരേ സമയത്ത് മാർക്കറ്റിൽ എത്തിക്കുക ആ വിലയിൽ. അതിനെ പറയാം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Types of price discrimination or basis of price discrimination. First one, personal discrimination. When a monopolistic charge different price from different customer for the same product or service, it is called personal discrimination. അതായത് ഒരു മോണോപ്പൊളിസ്റ്റ് വ്യത്യസ്തമായ പ്രൈസ് വ്യത്യസ്തമായ കസ്റ്റമറിന് ഒരേ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യാം. അതിന് പറയുന്നതാണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ. രണ്ടാമത്തത് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ ആണ്. The monopolist may charge a low price in one market and high price in another market. അതായത് മോണോപ്പൊളിസ്റ്റ് ചില പ്രോഡക്ട്സ് ഒരു മാർക്കറ്റിലെ വില കുറച്ചിട്ടും മറ്റേ മാർക്കറ്റിലെ വില കൂട്ടിയിട്ടും വെക്കുക. സെയിം പ്രോഡക്റ്റ് തന്നെയായിരിക്കും. മൂന്നാമത്തെ ട്രേഡ് ഡിസ്ക്രിമിനേഷൻ. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു വില ഫോറിൻ മാർക്കറ്റിലെ വേറെ വില, ഡൊമസ്റ്റിക് മാർക്കറ്റിലെ വേറെ വില, ഫോറിൻ മാർക്കറ്റിലെ വേറെ വില. ഇനി അടുത്തത് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ. Here the price of the same commodity differ at different times. അതായത് ഒരു കമ്മോഡിറ്റിയുടെ വില വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തമായ സമയത്ത്. അതായത് നമ്മൾ ഇൻ ദ കേസ് ഓഫ് ദാറ്റ് ഈസ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ. ഇൻ ദ കേസ് ഓഫ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ആകുമ്പോൾ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂസ് ലോവർ പ്രൈസസ് ഈസ് നോൺ ആസ് ഡിസ്ക്രിമിനേഷൻ. അടുത്തത് ടൈം ഡിസ്ക്രിമിനേഷൻ. Here the price of the same commodity differ at different times. അത് വ്യത്യസ്തമായ സമയത്ത് വ്യത്യസ്തമായ വിലയായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ടെലിഗ്രാഫ് ആൻഡ് ടെലിഫോൺ നൈറ്റ് ടൈമിൽ അതിൻ്റെ ചാർജ് കുറവായിരിക്കും ആൻഡ് കമ്പാരിറ്റീവ്ലി ഡേ ടൈം. ഇനി അടുത്തത് ഏജ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഏജ് ഡിസ്ക്രിമിനേഷൻ പറയുമ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഏജ് ഈസ് കോൾഡ് ഏജ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഓരോ വ്യത്യസ്തമായ ഏജ് അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരിക. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ദാറ്റ് ചിൽഡ്രൻ ബിലോ 12 years has got half rate only. That is called age discrimination. ഇനി അടുത്തത് സൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഓൺ ദി ബേസ് ഓഫ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഡിഫറെൻറ്റ് റേറ്റ്സ് മേ ബി ചാർജ്. ട്രാൻസാക്ഷൻ്റെ വോളിയം എങ്ങനെയാണോ അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രൈസ് ഇൻ ദ റീറ്റെയിൽ മാർക്കറ്റ് ഈസ് ഹയർ ദാൻ ദി പ്രൈസ് ഇൻ ദ ഹോൾസെയിൽ മാർക്കറ്റ്. ഹോൾസെയിൽ മാർക്കറ്റിനെക്കാട്ടും വില കൂടും റീറ്റെയിൽ മാർക്കറ്റിൽ. അതിനെ പറയുന്നതാണ് സൈസ് ഡിസ്ക്രിമിനേഷൻ. മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിംഗ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. The first one is skimming price policy. Accordingly, a product is priced at a very high level due to incurring large potential expense in the early stage. The skimming price refers to high initial price charge when a new product is introduced. അതായത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിനെ കുറച്ച് വില കൂട്ടിയിട്ട് വിൽക്കുക. അങ്ങനെ വില കൂട്ടി വിൽക്കുമ്പോൾ കസ്റ്റമറെ മനസ്സിലാകുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അതിനെ പറയുന്നതാണ് സ്കിമ്മിംഗ് പ്രൈസ് പോളിസി. എക്സാമ്പിൾ മൊബൈൽ ഫോൺസ് തന്നെയാണ്. Second one, penetration pricing policy. This is the practice of charging low price right from the beginning to stimulate the growth of the market and to capture larger share of it. Since the price is lower, the product quality penetrates in the market. അതിൻ്റെ അർത്ഥം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ അതിനെ ലോ പ്രൈസിൽ
അതായത് ബിഗിനിങ്ങിൽ തന്നെ ലോ പ്രൈസിൽ വെച്ചിട്ട് നമ്മളത് മാർക്കറ്റിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങനെ മാർക്കറ്റ് വളർത്തുക. അപ്പോൾ നമുക്ക് ലാർജ് ഷെയർ ഓഫ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് ക്വിക്കിലായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കയറാനുള്ള അവസരം കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പെൻട്രേഷൻ പ്രൈസിംഗ് പോളിസി. അപ്പോൾ സ്കിമ്മിംഗ് പ്രൈസ് പോളിസി പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക, പെനട്രേഷൻ പ്രൈസിംഗ് പോളിസി പറയുമ്പോൾ ലോ പ്രൈസ് ചാർജ് ചെയ്തിട്ട് മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുക. ഇതാണ് രണ്ട് മെത്തേഡ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിംഗ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. നൗ discount. Meaning of discount. The seller generally allows some concession in the price to the buyer. This is known as discount. അതായത് ഒരു വസ്തു വിൽക്കുമ്പോൾ ആ വിൽപ്പനക്കാരൻ ആ വസ്തുവിൻ്റെ മേലെ ചെറിയൊരു കിഴിവ് അനുവദിച്ചു കൊടുക്കുക ബയർക്ക്. ആ കിഴിവ് അല്ലെങ്കിൽ കൺസെഷനെ പറയുന്ന വേർഡാണ് ഡിസ്കൗണ്ട്. Types of discount. 1. Trade discount. These discounts are allowed by the manufacturer to wholesaler or by wholesaler to retailer. It is allowed in the form of a deduction from the list price. It is also known as functional discount. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡ് നടക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു കിഴിവ് അനുവദിച്ചു കൊടുക്കണം. അതായത് മാനുഫാക്ചേഴ്സ് ഹോൾസെയിൽസിനോ അല്ലെങ്കിൽ ഹോൾസെയിൽ റീറ്റെയിലർക്കോ കൊടുക്കുക. അത് ആ പ്രൈസിൻ്റെ മുകളിൽ ചെറിയൊരു കിഴിവ് അനുവദിക്കുക. അപ്പോൾ ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ട്രേഡ് നടക്കുമ്പോൾ അതിൻ്റെ മേലെ കിഴിവ് അനുവദിക്കുകയാണ്. അതിനെ പറയുന്ന വേർഡാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അതിൻ്റെ വേറൊരു പേരാണ് ഫങ്ഷണൽ ഡിസ്കൗണ്ട്. രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണ്. Quantity discount is allowed by a seller to encourage buyer to buy in bulk or large quantity. It is used as a sales device for slow moving item. Quantity discount പറയുമ്പോൾ നമ്മൾ സെല്ലർ ബയ്യറെ എൻകറേജ് ചെയ്യാണ് ബൾക്കായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ബൾക്കായിട്ടോ ലാർജ് ക്വാണ്ടിറ്റിയോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു കിഴിവ് അനുവദിച്ചു കൊടുക്കുക. അത് സ്ലോ മൂവിങ് ഐറ്റംസ് എൻകറേജ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ സെല്ലർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു കിഴിവ്, അതിനെ പറയുന്നതാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. മൂന്നാമത്തെ സീസണൽ ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഓഫർ ഡ്യൂറിങ് ഓഫ് സീസൺ. നമ്മൾ സീസൺ അല്ലാത്ത സമയത്ത് ആ വസ്തുക്കളുടെ മേലെ ഡിസ്കൗണ്ട് കൊടുക്കുക. 10%, 5% ഒക്കെ പോലെ. ദാറ്റ് ഈസ് കോൾഡ് സീസണൽ ഡിസ്കൗണ്ട്. ഇനി നാലാമത്തെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് എ റിബേറ്റ് or concession given by the creditor, that is seller, to the debtor buyer in the amount due for early payment. Cash discount പറയുമ്പോൾ അതായത് ബയ്യർ സെല്ലർക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഏർലി പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു കിഴിവ് അനുവദിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് ഡിസ്കൗണ്ട്. സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. ഫിഫ്ത്ത് വൺ ആണ് സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. ദിസ് ഈസ് ഗിവൺ ഓൺലി ടു certain favored or preferred customer in order to retain their patronage in the belief that they are valuable or prestigious customer. ഈ സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട് പറയുമ്പോൾ ഇത് ആ കമ്പനി അല്ലെങ്കിൽ ആ മാർക്കറ്റിലെ അല്ലെങ്കിൽ അവർക്ക് ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിഫേർഡ് ആയിട്ടുള്ള ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരുടെ പാട്രണേജ് കിട്ടാൻ വേണ്ടി, വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു പ്രസ്റ്റീജിയസ് കസ്റ്റമറാണ്, അവർക്ക് കുറച്ച് കിഴിവ് അനുവദിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് ടു മെയിൻറ്റെയിൻ പ്രസ്റ്റീജിയസ് ഓർ ഫേവേർഡ് കസ്റ്റമർ some or to maintain their patronage, a discount is allowed to that type of customer. That is called a secret or confidential discount. Sixth one, chain discount. A chain discount is a number of different discount taken sequentially from the suggested retail price. നമ്മൾ സജസ്റ്റ് ചെയ്ത റീറ്റെയിൽ പ്രൈസിന് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു കിഴിവ് അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 50%-ന് 10%, അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കൂടുമ്പോൾ 5%, അങ്ങനെ ഓരോന്ന് സീക്വൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ചെയിൻ ഡിസ്കൗണ്ട്. പ്രൈസിംഗ് പോളിസീസ്. അക്കോർഡിംഗ് ടു ഗുണ്ടിഫ് ആൻഡ് സ്റ്റിൽ, price policies provide the guidelines within which pricing strategy is formulated and implemented. അതായത് പ്രൈസിംഗ് പോളിസി പറയുമ്പോൾ നമ്മളൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. ആ ഫ്രെയിം വർക്കിൽ നമ്മളൊരു പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും. അതിൽ ഇരുന്നിട്ട് നമ്മൾ ആ പ്രൈസ് എത്ര ഡിറ്റർമിൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇൻ ഷോർട്ട്, പ്രൈസിംഗ് പോളിസി ഈസ് ദ പോളിസി അഡാപ്റ്റ് ടു ഡിറ്റർമിൻ ദ പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസിംഗ് പോളിസി പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക, അതിന് വേണ്ട സ്ട്രാറ്റജീസ് എന്താണോ അത് ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ്. 3. Basic pricing policies are 1. Cost-based pricing policy, and it is again subdivided into cost plus pricing, target pricing, marginal cost pricing. And
The second one is demand-based pricing policy. It is classified into differential pricing and to premium pricing. And next one is competition-based pricing policy. It is first classified into going rate pricing. Second one, customary or conventional pricing. I will explain again. Cost-based pricing policy. 1. Cost-based pricing policy is essential on the base of total cost per unit is known as cost-oriented pricing policy. ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി വരുന്നത്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. The price is computed by adding certain percentage of profit to the cost of product. അതായത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് പറയുമ്പോൾ കോസ്റ്റിന്റെ കൂടെ നമ്മൾ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജും കൂടിയും ആഡ് ചെയ്തിട്ട് അതിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ആ കോസ്റ്റിൽ ഏതൊക്കെ വരും? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് നേച്ചർ ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓൾസോ നോൺ ആസ് മാർജിൻ പ്രൈസിംഗ്, ഫുൾ കോസ്റ്റ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ്. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിന് വേറൊരു പേരുണ്ട്, മാർജിൻ പ്രൈസിംഗ്, ഫുൾ കോസ്റ്റ് ഓർ മാർക്കപ്പ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടിയും ആഡ് ചെയ്തിട്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. അതിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവാം, വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. അതിനെ നമ്മൾ വേറൊരു പേരാണ് കോസ്റ്റ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ് ഓർ മാർജിൻ പ്രൈസ്. സെക്കൻഡ് വൺ ഈസ് ടാർഗറ്റ് പ്രൈസിംഗ്. Cost is added with a predetermined target rate of return on capital invested and also known as rate of return pricing. അപ്പോൾ ടാർഗറ്റ് പ്രൈസിംഗ് പറയുമ്പോൾ we are determining the cost to get the return on the amount invested as capital. So it is also known as rate of return pricing. നമ്മൾ എത്രയാണോ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപത്തിന് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ ആ പ്രോഡക്റ്റിന്റെ മേലെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അതിനെ പറയുന്നതാണ് ടാർഗറ്റ് പ്രൈസിംഗ്. മൂന്നാമത്തെ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. അതായത് നമ്മളൊരു മാർജിൻ വയ്ക്കും, അവിടെ വേരിയബിൾ കോസ്റ്റ് ആണ് വരുന്നത്. ആ വേരിയബിൾ കോസ്റ്റിനനുസരിച്ച് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. അതിൽ പ്രൈസ് ഡിറ്റർമിൻ ഓൺ ദ ബേസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിന്റെ മേലെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ടോട്ടലി എക്സ്ക്ലൂഡഡ്. അവിടെ ഫിക്സഡ് കോസ്റ്റ് പരിഗണിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റും പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിറ്റർമിൻ ഓൺ ദ ബേസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡഡ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ്. നെക്സ്റ്റ് വൺ, ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. The firm determines BEP point and fixes price equal to average total cost of product. It means both variable and fixed costs are covered but does not include any profit. അപ്പോൾ break even pricing പറയുമ്പോൾ that is the point where there is no profit or loss. There is a point. They fixes the price to total cost of the product. Total cost of the product means price fix ചെയ്യും, equal ആയി വരും. അപ്പോൾ അവിടെ variable cost and fixed cost are covered. Does not include അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പക്ഷേ പ്രോഫിറ്റ് അതിൽ ഇൻക്ലൂഡ് ഇല്ല. കാരണം ബ്രേക്ക് വൺ പോയിന്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, വേർ ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണ് ബ്രേക്ക് വൺ പോയിന്റിനെ പറയുന്നത്. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഈസ് ദ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ്. The price is fixed according to demand of the product. When there is demand is heavy, higher price is charged. When the demand is low, lower price is charged. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ഡിമാൻഡിന് അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. ഹയർ ഡിമാൻഡ് ആകുമ്പോൾ അതിന് ഹയർ പ്രൈസ് ആയിരിക്കും. ലോവർ ഡിമാൻഡ് ആണെങ്കിൽ ലോവർ പ്രൈസ് ആയിരിക്കും. അതിനനുസരിച്ച് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. അതിനെ പറയുന്നതാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. അല്ല, ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ആണ്. സെയിം പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് സോൾഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വ്യത്യസ്തമായ വിലയിൽ വിൽക്കുക. ഓൾസോ നോൺ ആസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓർ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിംഗ്. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറയുമ്പോൾ ഒരു സെയിം പ്രോഡക്റ്റ് വ്യത്യസ്തമായ പ്രൈസിൽ വ്യത്യസ്തമായ ആൾക്കാർക്ക് വിൽക്കുന്നതിനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറയുക. അത് തന്നെയാണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ്. സെക്കൻഡ് വൺ ഈസ് പ്രീമിയം പ്രൈസിംഗ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഷുഡ് ബി പൊസിഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദി മാർക്കറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ഹൈ പ്രൈസിംഗ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡോ അത് മാർക്കറ്റിലെ ടോപ്പ് പൊസിഷൻ ആവണം. ആ ടോപ്പ് പൊസിഷൻ ആവാൻ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റിനെ ഹൈ പ്രൈസിംഗിലിടും. ദാറ്റ് ഈസ് കോൾഡ് പ്രീമിയം പ്രൈസിംഗ്. Competition-based pricing policy. Here, the competition-based pricing policy means the price mainly on the base of price fixed by the competitors. Competitors എന്താണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. അതിനെ പറയുന്നതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. Here, first one, going rate pricing. Method of charging price according to what competitors are charging. കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പ്രൈസ് ചാർജ് ചെയ്യുക.
യൂസ് ഇൻ കേസ് ഓഫ് ഹോമോജീനിയസ് ഗുഡ്സ്, ഒരേപോലത്തെ ഗുഡ്സിന് മേലെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾസോ നോൺ ആസ് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് ഓർ മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിംഗ് ഓർ പാരിറ്റി പ്രൈസിംഗ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചാർജ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഏകദേശം അതിനനുസരിച്ച് പ്രൈസ് ചാർജ് ചെയ്യുക. അത് സാധാരണ ഹോമോജീനിയസ് ഗുഡ്സിലേ പറ്റുള്ളൂ. അതിൻ്റെ വേറൊരു പേരാണ് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ്, മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിംഗ് ഓർ പാരിറ്റി പ്രൈസിംഗ്. സെക്കൻഡ് വൺ ഈസ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് ആണ്. Price get fixed because they have prevailed over a long period of time. The price are fixed by custom or tradition. അതായത് കുറേ കാലമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ മേലെ സ്ഥിരമായിട്ട് അത് തന്നെയായിരിക്കും വില. അത് ആസ് യൂഷ്വൽ അത് അങ്ങനെ തന്നെ പോവുകയാണ്. അത് ബൈ കസ്റ്റം ആയിരിക്കും, ബൈ ട്രഡീഷണൽ ആവും, അതിന് യാതൊരു ചേഞ്ചും ഇല്ല. അതിനെ പറയുന്നതാണ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ്. താങ്ക് യു. I have completed what is price, pricing policy, pricing strategy, price discrimination, and different methods of pricing policy. So please listen and take the notes. And if there is any doubt, I will give you explanation later. Thank you once again.